സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതകരമായ അഭൂതപൂർവമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ഭരണഘടനയിലെ ഷെഡ്യൂളിൽപ്പെട്ട കേരളത്തിൽ അധിവസിക്കുന്ന വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കോർഡിനേഷനാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഏത് മതത്തിൻ്റെയും ഏത് ജാതിയുടെയും കളിയിൽപ്പെടാതെ പൊതുവിൽ സാമൂഹികമായും സാമ്പത്തികമായും ചരിത്രപരമായും സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കാലങ്ങളായി തള്ളപ്പെട്ട ജനതയുടെ സുരക്ഷയും പരിരക്ഷയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടനയുടെ ഷെഡ്യൂളിൽ വ്യവസ്ഥാനുകൂലമായി വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റം ഉൾപ്പെടെ ഈ വിഭാഗങ്ങൾക്ക് നേടിയെടുക്കാൻ വലിയ അവസരം ഒരുക്കണം എന്നുള്ളതാണ് ഭരണഘടനയിൽ ഉൾച്ചേർത്ത കാര്യങ്ങളുടെ അന്തസ്സത്ത എന്ന് നാം അറിയുന്നുണ്ട്. എന്നാൽ ബ്യൂറോക്രസിയുടെ ഒരു നിലയിലും അംഗീകരിക്കാനാവാത്ത ഇടപെടൽ രീതികൾ പലപ്പോഴും വ്യവസ്ഥാപിതമായി ഭരണഘടനാനുസൃതമായി സ്ഥാപിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ അവസരത്തിൽ ലഭിക്കുന്നതിന് തടസ്സമായി വരുന്ന സാഹചര്യമാണ് പ്രധാനമായിട്ടും ഈ സമരരൂപത്തിൽ നമ്മൾ ഉന്നയിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, കേവലമായ നിരീക്ഷണം മാത്രമാണ് ചില കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത്. ഉദാഹരണത്തിന് സുരേഷ് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ കാലങ്ങളായിട്ട് വരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പടം വെച്ചിട്ടുള്ള വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു മുൻധാരണ നേരത്തെ എത്തുന്ന സന്ദർഭത്തിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അയാളുടെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുകയാണ്. ഇവർക്ക് അർഹതപ്പെട്ടവരല്ല, കാരണം മതപരിവർത്തനം ചെയ്യപ്പെട്ട വിഭാഗമാണ്. എന്നാൽ അതിൻ്റെ വിശദമായ രേഖകൾ ഇപ്പോൾ ഇവിടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് ആധാരമായി സ്വീകരിക്കേണ്ട കാര്യങ്ങളുടെ അടിസ്ഥാന രേഖ ഒന്നുമേ പരിശോധിക്കാതെ അവിടെ കാണുന്ന ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻവിധിയോടെ ഇടപെടുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്.